പ്രകൃതിയിലെ വർണ്ണങ്ങളിൽ വരകൾ തീർക്കുകയാണ് ചിത്രകാരനായ പ്രമോദ് ഗോപാലകൃഷ്ണൻ. ഈ കലാകാരൻ കൈവിരൽ കൊണ്ട് ക്യാൻവാസിൽ പൂർത്തിയാക്കുന്ന ഓരോ ചിത്രങ്ങളിലും മണ്ണിന്റെ മണവും ചെമ്പരത്തിപ്പൂവും പ്രകൃതിയുടെ പച്ചപ്പും എല്ലാം കാണാം. പ്രകൃതി വർണ്ണം എന്ന ചിത്രരചന രീതിയിലൂടെയാണ് ചിത്രകാരനായ പ്രമോദ് ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ചിരട്ടകളിൽ ഓരോ നിറത്തിലുള്ള മണ്ണുകൾ, പച്ച നിറത്തിനായി ഇലകൾ. പ്രമോദ് ഗോപാലകൃഷ്ണൻ എന്ന ചിത്രകാരന്റെ ഓരോ ചിത്രങ്ങളും തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. വർഷങ്ങൾക്ക് മുൻപ് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുടർന്നതാണ് പ്രകൃതി വർണ്ണമെന്ന ഈ ചിത്രരചനാ രീതി. പ്രകൃതിയുടെ വൈവിധ്യങ്ങളെ കാണാൻ ഇതിലൂടെ സാധിക്കുമെന്ന് പ്രമോദ് പറയുന്നു. മണ്ണിന് വൈവിധ്യമുണ്ട്. എല്ലാ മണ്ണും ഒരുപോലെയല്ല. നമുക്ക് ഒരു മനുഷ്യൻ നമുക്കൊരു ജെൻഡർ പറയാവുന്ന എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണെന്ന് പറയുന്ന പോലെ തന്നെ മണ്ണും വളരെ വ്യത്യസ്തമാണ്. മണ്ണിൽ തന്നെ കളറുകളുണ്ട്. പലതരം കളറുകളുള്ള മണ്ണുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രകൃതിയെ കളറായി കാണുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു വേറൊരു ഡയമെൻഷൻ. തീം എന്ന് പറയുന്നതിന് ഡിഫറൻഷ്യ എന്ന് പറയുന്നൊരു തീമാണ്, വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന തീമാണ്. അപ്പോൾ അതിനകത്തേക്ക് ശരിക്കും ബ്ലെൻഡാവുന്ന ഒരു രീതിയും കൂടിയാണ് നമ്മുടെ ഈ ചിത്രത്തിൽ നമ്മൾ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്. വിവിധ തരം മണ്ണുകൾ ക്യാൻവാസിൽ പതിപ്പിക്കാൻ മൈദയിൽ ചേർത്തെടുത്താണ് ഉപയോഗിക്കുന്നത്. ചിത്രരചന കാണാനെത്തുന്ന എല്ലാ പ്രായക്കാരെയും പ്രമോദ് കൂടെ കൂട്ടും. ചിലർ മണ്ണും മൈദയും കുഴച്ചു വെക്കും. കുട്ടികൾക്ക് സമീപത്തെ മരങ്ങളിൽ നിന്നും ഇലകൾ ശേഖരിക്കുന്ന ജോലിയാണ്. ആവശ്യത്തിന് ഇലകൾ ലഭിച്ചാൽ അവ കല്ലുകളിൽ ഉരച്ച് പച്ച നിറങ്ങളാക്കി മാറ്റണം. ഇവ ഉപയോഗിച്ച് പ്രമോദ് ചിത്രം വരച്ചു തുടങ്ങും. വര പൂർത്തിയാകുമ്പോൾ ചിത്രരചന കാണാൻ എത്തിയവരെയും തന്നോളം പോന്ന ചിത്രകാരന്മാരായി വരച്ചെടുത്തിട്ടുണ്ടാകും ഈ കലാകാരൻ. കൈരളി ന്യൂസ്, കൊച്ചി.